ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. ഞാനൊരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചലഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട ലല്ലു, അതായത് ഷിബിൽ എന്ന് പറയുന്ന അവൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ വീഡിയോസ് കണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാൻ എന്താ പറയുക, ഇപ്പം ചില ആൾ പറയും നീ അവരെ വീഡിയോസ് ആണ് കാണുന്നത്, അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ മെൻ്റലി ഓക്കെ ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായ ഒരുപാട് വിഷമങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോയും കൂടെ പെട്ടെന്ന് കണ്ടിട്ട് എന്താ പറയുക, മെൻ്റലി ഓക്കെ ആവണില്ല. സോ ദാറ്റ്സ് വൈ ഞാൻ വീഡിയോസ് ഒന്നും കാണാതിരുന്നതും അതിൻ്റെ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നാതിരുന്നതിൻ്റെ ഒക്കെ റീസൺ അതാണ്. എന്തായാലും ലല്ലു പറയും നമ്മൾ ചെയ്യാൻ പോണത് ഹെയർ ടെസ്റ്റ്, അതേപോലെ തന്നെ മൂത്ര ടെസ്റ്റ്. അല്ലാണ്ട് നീ പറയുന്ന പോലെ ബ്ലഡ് ടെസ്റ്റ് അല്ല. ബ്ലഡ് ടെസ്റ്റിലൊന്നും ഒന്നും കിട്ടാനില്ലെന്ന് നിനക്ക് നല്ല ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം നീ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. നീ ഇപ്പം ഒരുപാട് ഇൻ്റർവ്യൂവിൽ കയറിപ്പോയിട്ട് ഫസ്മി കഞ്ചാവാണ്, ഫസ്മി അങ്ങനെയാണ്, ഡയറിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഫസ്മിയുടെ അടുത്ത് ചോദിച്ചു, എടി ഇന്നപോലെ സംഭവം ഉണ്ടോ? അതേപോലെ തന്നെ ഇപ്പം എൻ്റെ വൈഫ് അടക്കം എന്നെ ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇല്ലാ കഥകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒരുപാട് നാടകങ്ങൾ, അതേപോലെ ഇവിടെ കടിച്ചേക്കണ എന്താ പറയുക, കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു എനിക്കറിയില്ല. നിങ്ങളൊരു തെറ്റ് കണ്ടാൽ, അതായത് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വൈഫ് വേറെ അന്യപുരുഷന് ബാഡായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്തായാലും ഏതൊരു ഹസ്ബൻഡിനും ഒരാണത്തുള്ള ഏതൊരു പ്രണയിക്കുന്ന ഒരു ആണിനും അവൻ്റെ പെണ്ണ് വേറൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏതൊരാണിനും എന്തായാലും വിഷമം വരും, സങ്കടമാവും. അത് ചില സമയം ചോദിച്ചെന്ന് വരും. അതേപോലെയുള്ള ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് ചോദിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് എൻ്റെ എതിരെ എല്ലാം വന്നതും. പിന്നെ എൻ്റെ മുൻ ശത്രുവായ നമ്മുടെ പ്രിയപ്പെട്ട കാതർക്കരിപ്പൊടിയും ഇതിൽ ചേർന്ന് എൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കേസ് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഇവർ തമ്മിൽ മീറ്റപ്പ് ചെയ്ത് എന്നെ മനഃപൂർവ്വം ഒരു ശത്രുത കണ്ട് എന്നെ മോശക്കാരനാക്കി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഈ ക്രിമിനലായ കാതർക്കരിപ്പൊടിയും എൻ്റെ ബാക്കിൽ എന്താണെന്നറിയില്ല, യോനെ ഒരു മീഡിയക്കാർ എന്തോ ഇവന് സത്യം പറഞ്ഞെങ്കിൽ ഇവനെന്തോ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇതിൽ ഈ കേസുമായിട്ട് എന്തോ കൈയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെന്തോ ലക്ഷ്യം ഇതിന് മുന്നേ ഞങ്ങൾ അറിയാത്ത എന്തോ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുണ്ട്. ബാച്ചിയും ഇവരെ ഈ ഒരു ടീം ഒരു കോണ്ടാക്ട് എനിക്ക് കാണുമ്പം ഭയങ്കര രീതിയിൽ എന്തൊക്കെയോ ഒരു സംശയം വരുന്നു. സംശയം എന്ന് പറഞ്ഞെങ്കിൽ ഒരു കൂട്ടിക്കൊഴഞ്ഞ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ ഞാനത് ബാക്കി പറയാം. എനിക്ക് എൻ്റെ വൈഫ് വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തടയന്നെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാര്യ വേറൊരാൾക്ക് സെക്ഷലി മെസ്സേജ് അയക്കണത് ഞാൻ ചോദ്യം ചെയ്യണത് ഞാൻ സഹിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമാർ ഒരു പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞോ പ്രശ്നമില്ല. അത് പറയണവൻ പൊട്ടന്മാരായിരിക്കും. ഏതൊരു സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്മാർക്കും എന്തായാലും അത് ഫീലാവും. അത് അങ്ങനെ അതിൻ്റെ പേരിൽ സൈക്കോ എന്ന് പറയുന്നവർ പറയട്ടെ, നോ പ്രോബ്ലം. പിന്നെ എല്ലാവർക്കും ഒരു മോശമായിട്ട് കാണുന്ന ഒരു വ്യക്തിനെ എന്നും മോശമായിട്ടുള്ള എത്ര നല്ല കാര്യം ചെയ്താലും അത് മോശമായിട്ട് ചിത്രീകരിക്കാൻ അവരെ കണ്ണിൽ അങ്ങനെ കാണുള്ളൂ. എത്ര നല്ല കാര്യം ചെയ്താലും എന്നും ഞാനൊരു മോശക്കാരനായിട്ട് അവരെ കണ്ണിൽ കാണുള്ളൂ. കാരണം അങ്ങനെ ആക്കി മാറ്റി, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ ഈ പറയുന്ന കാതർക്കരിപ്പൊടി. കാരണം ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റി. അങ്ങനെ പല കാര്യങ്ങളും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ ഉള്ള ഇടയിൽ വന്നിട്ട് ഇവനെ ഇടപെട്ട് ഭയങ്കര രീതിയിൽ എന്തൊക്കെയോ കളിച്ച് കാതർക്കരിപ്പൊടി എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അത് തെളിയിച്ച് കാണിക്കണം. ഞാൻ എൻ്റെ വൈഫ് ഉണ്ടാകുന്ന സമയത്ത് ഏത് പെണ്ണിനാണ് മെസ്സേജ് അയച്ചെന്ന് പറയണം. അതിൻ്റെ തെളിവ് നീ കൊണ്ടുപോവാം, എന്നിട്ട് സംസാരിക്ക്. അതിൻ്റെ ഡേറ്റ് അടക്കം വെച്ചിട്ട് നീ കൊണ്ടുപോവാ. ഇനി ഇപ്പം ഐ എം സിംഗിൾ. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ വൈഫ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ വിട്ടേച്ച് പോയ പെണ്ണ് പിന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മെയിനായിട്ട് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരം ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കാതർക്കരിപ്പൊടി, അതേപോലെ തന്നെ എൻ്റെ വൈഫ്, പിന്നെ ഫസ്മീന റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്മീന ഞാൻ ജസ്റ്റ് ചോദിക്കുന്ന കോണ്ടാക്ട് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം.
അതുപോലെ തന്നെ വസ്മിന് ഓക്കെ വന്നിട്ടുണ്ട്. MDM കാര്യങ്ങൾ യൂസ് ചെയ്യലുണ്ട് ലല്ലു എന്ന് എനിക്ക് കാരണം എൻ്റെ വൈഫും വരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട്. അവളെ സംസാരം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവൻ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 പേരും ക്ഷണിക്കുകയാണ്. നമുക്ക് 4 പേർക്കും ടെസ്റ്റ് ചെയ്യാം. ഇല്ലാത്ത കേസ് പറഞ്ഞിട്ട് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുത്ത് നോക്കാം. തെളിവ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിരക്കനങ്ങോട്ട് നിരത്തി പോകും. അതാണ് ഞാൻ പിന്നെ തെളിവ് വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കാത്തത്. സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ പണ്ട് മുതലേ ബ്ലോഗർ വീഡിയോ എടുക്കുന്നു എന്നുള്ള രീതിയിൽ എടുക്കും. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരാളെ മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ കോമഡി ചളി പറയുന്ന വീഡിയോ പണ്ട് മുതലേ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ട് ഇങ്ങനെ തമാശ, നമ്മളെ ഫാമിലിയിലെ കുസൃതികൾ, തമാശകൾ അല്ലാണ്ട് ഇത്രത്തോളം ഒരു സംഭവം പഠിച്ചു വരുന്നതൊക്കെ ഇപ്പോഴടുത്താണ്. സംസാരിക്കാൻ തന്നെ ഭയങ്കര രീതി. ഞാൻ ഇന്ന് വായി ഓർക്കുന്നത് കോമഡി പറയാൻ, അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറയുന്നത്. ആ തമാശ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തിട്ട് ഞാൻ സീരിയസ് ആണ്, അങ്ങനെയാണ്. ഒരു തമാശ വരെ പറയാൻ പറ്റാത്ത പെർമിഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ആക്കി മാറ്റി എല്ലാവരും. പോട്ടെ. അപ്പം എന്തായാലും സന്തോഷമുണ്ട്. ഐ എം ഓക്കെ. ഇപ്പം ഞാൻ ഓക്കെ വരുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ തളർന്നൊന്നുമില്ല, ഓക്കെയാണ്. ചെറിയ സങ്കടം ഇൻസൈഡ് എവിടെയോ കിടക്കുന്നുണ്ട്. ഞാനൊന്നും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ റെഡിയാവും. മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ പറയുക, സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും റെഡിയാവും. സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ മനസ്സിലിങ്ങനെ ഉറങ്ങുമ്പോൾ ഊണിലൊക്കെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അവരെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുള്ളൂ. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. അവരിങ്ങനെ ആണുങ്ങൾ എന്താ പറയുക, പെണ്ണുങ്ങളെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കും. ഗേൾസ്, പെണ്ണാണ് അവിടെ ജസ്റ്റ് ഒന്ന് അടങ്ങേണ്ടത് എന്നാണല്ലോ. കാരണം ഇപ്പം നമ്മൾ ഏതൊരു പെണ്ണിൻ്റെ ബാക്കിൽ 1000 കണക്കിന് ആണുങ്ങൾ ബാക്കിൽ ജസ്റ്റ് പോയെന്ന് വരും. അപ്പോൾ ആ പെണ്ണ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ്, അതായിരിക്കും അതിൻ്റെ ഒരു ഇത് അല്ലേ. അപ്പോൾ എന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.